തീർത്ഥാടന ദേവാലയത്തിലെ തിരുനാളുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ചരിത്രം സാക്ഷിക്കുന്നത് പോലെ ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ യൂദാ തദേവൂസ്. തൻ്റെ യേശുവിനോട് സ്നേഹം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും രക്തസാക്ഷിയാക്കപ്പെട്ട ഈ വിശുദ്ധൻ പൊതുവെ അറിയപ്പെടുന്നത് അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പല മേഖലകളിലും സാധ്യമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിഷ്ഫലമായി തീരുന്ന അവസരങ്ങളിൽ ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യസ്ഥ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സത്വരവും ഏറെ വൈകാതെയും പ്രത്യക്ഷമായിട്ട് അടയാളങ്ങളിലൂടെ സംഭവിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകമായ ആന്തരികമായ അർത്ഥം. അതുകൊണ്ട് തന്നെ സാധാരണ അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥ അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ്റെ പക്കൽ ഓരോ വർഷവും വരുന്ന വിശ്വാസികളാണ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് കാരണം അവർക്ക് അനുഭവേദ്യമായ വലിയ ശക്തിവിശേഷം ആ വിശുദ്ധൻ ഉണ്ട് എന്നുള്ള ദൃഢമായ വിശ്വാസമാണ്. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് ഈ പറയപ്പെടുന്ന വിശ്വാസിക്ക് എത്തിച്ചേരുന്നത്. ഒന്ന്, വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് ഇവിടെ. ആ പ്രാർത്ഥന പങ്കെടുക്കാൻ ആൾക്കാർ എത്തിച്ചേരുന്നു. അത് നൊവേന എന്ന് പേര് പറയും. ഒപ്പം തന്നെ വിശുദ്ധ ബലി അർപ്പണം. ഈ 2 പ്രധാന കാര്യങ്ങളാണ് മാവുള്ള തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് നടക്കപ്പെടുന്നത്. അതിന് ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അതുപോലെ മാനന്തവാടി ഏരിയ, മറ്റ് പ്രദേശങ്ങൾ, കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. വിദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഈ വർഷം ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 15-ാം തീയതി രാവിലെ 6 മണിക്ക് തിരുനാളിൻ്റെ ഭാഗമായി പതാക ഉയർത്തലുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും 5 നേരമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയും നൊവേന പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത്. രാവിലെ 6 മണി, 8 മണി, 11 മണി, ഉച്ചകഴിഞ്ഞ് 3 മണി, വൈകുന്നേരം 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് തിരുനാൾ ആരംഭിക്കുന്നു. 23-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4:30-ക്ക് പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് തലശ്ശേരി തിരുപതിയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുമുണ്ട്. ഈ 9 ദിവസങ്ങളുടെ നൊവേന പ്രാർത്ഥനയ്ക്ക് ശേഷം 10-ാം ദിവസമായ 24-ാം തീയതി അന്നാണ് തിരുനാളാഘോഷം. സാധാരണഗതിയിൽ അന്ന് അവസാനത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയം 10:30-ക്കാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 10:30-ക്ക്. ആ സമയമാകുമ്പോഴേക്കുമാണ് പൊതുവിൽ അസാമാന്യമായ ജനത്തിരക്കുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ പല പ്രദേശത്തുള്ള ആൾക്കാർ എത്തിച്ചേരുന്നു. വിശുദ്ധൻ്റെ സ്വരൂപത്തെ വണങ്ങാനും നേർച്ച സമർപ്പിക്കാനും അന്ന് പ്രത്യേകം സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ഇപ്രകാരം ക്രമീകരിക്കപ്പെടുമ്പോൾ പ്രധാനമായും ആൾക്കാർ വന്നു ചേരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അത് പ്രധാനപ്പെട്ടത് ചില വ്യക്തികൾക്ക് കല്യാണം കഴിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ദമ്പതികൾ വിവിധ ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞ് പക്ഷെ അപ്പോൾ ഫലം കിട്ടുന്നില്ല എന്ന അവസരങ്ങളിൽ ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടുന്ന അവർക്ക് കുട്ടികൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ വിവിധ പരീക്ഷകൾക്ക് പല പ്രാവശ്യം പരീക്ഷ ചെയ്തിട്ടും തോറ്റുപോകുന്ന അവസരങ്ങളിലും ആദ്യത്തെ ട്രയൽ തന്നെ ഈ വിശുദ്ധന് മാധ്യസ്ഥം വഴി അനേകർ പരീക്ഷ വിജയം കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ജോലി കാര്യങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥന വെച്ച് സമർപ്പിക്കുമ്പോൾ അനേകം പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളത് എല്ലാ വർഷവും ജനങ്ങൾ തന്നെ സാക്ഷ്യമായിട്ട് എഴുതുകയോ വന്ന് പറയുകയോ ചെയ്യുന്നുണ്ട്. ഈ കാരണത്താലാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയായി കണ്ടുകൊണ്ട് ക്രിസ്തുവിനോട് ഈ വിശുദ്ധൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധൻ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നുള്ള ദൃഢവിശ്വാസം ജനങ്ങളുടെ രൂഢമൂലമായിരിക്കുന്നത്. ഇപ്രകാരം കടന്നു വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നാടും നഗരവും എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നിരവധിയായ 10-18ഓളം കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന് ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള ആഭാരവർദ്ധ ജനങ്ങളും തിരുനാൾ ആഘോഷത്തിൻ്റെ വലിയ ചൈതന്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയും